ഈ 10th ഫിസിക്സ് എക്സാമിൽ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുട്ടികൾ പറയലുണ്ട് ഫോർമുലാസ് ഒക്കെ മറന്നു പോകുന്നു സാറിന്. ആ ഫോർമുലാസ് ഓർക്കാനുള്ള ഷോർട്ട് കട്ടുമായിട്ടാണ് സാറിന് വന്നിരിക്കുന്നത്. നോക്കിയേ, സൗണ്ട് വേവ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ഏത് ഇക്വേഷൻ? വേവ് ഇക്വേഷൻ. എന്താ വേവ് ഇക്വേഷൻ? V = F ലാംഡ. V ഫോർ വെലോസിറ്റി, F ഫോർ ഫ്രീക്വൻസി, ലാംഡ ഫോർ വേവ് ലെങ്ത്. ഇത് നമുക്കറിയാം സാർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടല്ലേ, വൈഫൈ ഉപയോഗിച്ചിട്ടല്ലേ? വൈഫൈ എന്ന് ആലോചിച്ച് നോക്കിയേ. വൈഫൈ എന്താ സാർ? വൈഫൈയും ഇതും ബന്ധം നോക്കിയേ. വൈഫൈ എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു നോക്ക്, വെറുതെ നമ്മുടെ മംഗ്ലീഷ്. വൈഫൈ വാ ആണ് വരുന്നത് സാർ. വായ്ക്ക് വി വെലോസിറ്റി, ഫൈ എഫ് ഫ്രീക്വൻസി. സാർ വൈഫൈ വീണ്ടും അവസാനം ഐ ആണ് സാർ. പക്ഷെ ഐ ഇല്ലല്ലോ സാർ ഇവിടെ. ഐ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈനെ തലകീഴാക്കി ഇടാം. ഐ ഇല്ലാത്തത് കൊണ്ട് വൈയെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേർട്ട് ചെയ്തിടാം. വൈഫൈ എന്ന് ആലോചിച്ചാൽ മതി. ഐ ഇല്ല, വൈഫൈ. വി വായ്ക്ക് വി, ഫൈക്ക് എഫ് ഫ്രീക്വൻസി, വീണ്ടും ഐക്ക് പകരം വാ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ട് വയ്യെ നമുക്ക് എന്ത് ചെയ്യാം? തലകീഴാക്കിയിടാന്ന് ആലോചിച്ച് വെക്കുക, വെറുതെ ജസ്റ്റ് ഫോർ ഫൺ. ഇനി നോക്കി എങ്ങനെയാണ് ചോദ്യം വരിക. ഫിഗർ ഷോസ് ദ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ദ വേവ് ഈസ് ഫോംഡ് ഇൻ 2 seconds. ഈ വേവ് ഫോം ആയിരിക്കുന്നത് 2 secondsലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് ഇറ്റ്സ് വേവ് ലെങ്ത്, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി, വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി. ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ അവർ ചോദിക്കും. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യത്തെ ചോദ്യം എന്താണ് ആംപ്ലിറ്റ്യൂഡ്? എന്താ ആംപ്ലിറ്റ്യൂഡ്? നിൻ്റെ ആംബിയർ എന്താണ്? എന്തിനാ ഈ ആംപ്ലിഫയർ ഉപയോഗിക്കുക? ശക്തി കൂട്ടാൻ. എന്തിനാ മൈക്കിലേക്ക് ആംപ്ലിഫയർ ഉപയോഗിക്കുക? വീക്ക് സിഗ്നൽ സ്ട്രോങ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ, ശക്തി കൂട്ടാനാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മനസ്സിൽ വിചാരിക്കുക, ആംപ്ലിഫയർ ഒക്കെ ആലോചിക്കുക, ശക്തി കൂട്ടണം. നീ പോയാൽ ഏത് വരെ പോവും? നീ പോയാൽ നിൻ്റെ മാക്സിമം എത്ര വരെ പോവും? നീ പോയാൽ നിൻ്റെ ശക്തി മാക്സിമം ശക്തി എത്രേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന വേവിൽ മാക്സിമം ഹൈറ്റ് എത്ര വന്നിട്ടുണ്ട് നോക്കുക. നോക്കി, ഏകദേശം 0.2 മീറ്ററിലാണ് അവരുടെ മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ താഴോട്ട് എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡെപ്ത്. ഈ മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താ ആംപ്ലിറ്റ്യൂഡ്? ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ മക്കൾക്ക്? എന്താ ആംപ്ലിറ്റ്യൂഡ്? ഏറ്റവും മാക്സിമം പോകാൻ പറ്റിയത് ഇപ്പോൾ തന്നിരിക്കുന്ന വേവിൽ 0.2 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടി. നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ നീ പോയ മാക്സിമം എത്ര വരെ പോകും? നീ പൊങ്ങിയ എത്ര വരെ പൊങ്ങും? നീ താഴ്ന്നാൽ എത്ര വരെ താഴ്വടാ? അതാണ് നിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം പോയാൽ 0.2 മീറ്റർ, താഴോട്ട് പോയാലും മാക്സിമം 0.2 മീറ്റർ. അതാണ് സാർ ആംപ്ലിറ്റ്യൂഡ്. രണ്ടാമത്തെ വേവ് ലെങ്ത്താണ് ചോദിച്ചത്. ഒരു വേവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും പോലെ ഇതല്ല ഒരു വേവ്. ഇത് വേവിൻ്റെ ഒരു ഹാഫ് സൈക്കിളേ ആയുള്ളൂ. ഇത് ഫിനിഷ് ആകുമ്പോഴാണ് ഇതൊരു ഫുൾ സൈക്കിൾ ആവുക. ഇതാണ് ഒരു വേവ്. ദിസ് ഈസ് വൺ വേവ്. നോക്ക്, ഒരു ഹാഫ് സൈക്കിള്, വീണ്ടും ആ ഹാഫ് സൈക്കിളിൻ്റെ -1 അല്ലേ? ഒരു ഹാഫ് സൈക്കിള്, രണ്ടാമതൊരു ഹാഫ് സൈക്കിള്. ഇത് രണ്ടും കൂടിയതിനാണ് നമ്മൾ എന്ത് പറയുക? വേവ് എന്ന് പറയുക. എന്ത് പറയുക? വേവ്. അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. 2 ഹാഫ് സൈക്കിൾസ് പോയ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ നോക്കി എന്തോ തന്നിട്ടുണ്ടല്ലോ, ഒരു 8 മീറ്ററിന് തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സാറേ. എന്താ സാറേ പ്രശ്നം? നോക്ക്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ശരിക്കും ഇവിടെ ഒരു വേവ് ആയി സാർ. പക്ഷേ ഇവിടെ എത്ര വേവ് ഉണ്ട്? ഈ തന്ന 8 മീറ്റർ, നമുക്ക് ഗ്രാഫിൽ തന്ന 8 മീറ്ററിലൊന്ന് നോക്കിയേ. ഇവിടെ തന്നെ ഒരു വേവായി, വീണ്ടും ഒരു വേവ് വന്നു. അപ്പോൾ 2 വേവിനാണ് 8 മീറ്റർ തന്നിരിക്കുന്നത്. 2 വേവ് നോക്ക്, ഒരു ഹാഫ് സൈക്കിൾ, ഒരു കംപ്ലീറ്റ് സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിൾ, രണ്ടാമത്തെ. അപ്പോൾ ഇവിടെ 2 വേവിനും കൂടിയിട്ടാണ് 8 മീറ്റർ. 2 വേവിനും കൂടി 8 മീറ്റർ. അപ്പോൾ ഒരു വേവിന് എത്രയായിരിക്കും ലെങ്ത്ത്? /2, പകുതി അല്ലേ? 2 ആൾ ഭക്ഷണം കഴിച്ചിട്ട് 8 രൂപയായിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എത്രയാണ്? പകുതി, 4 രൂപ. അപ്പോൾ 2 വേവിന് 8 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വേവിന്, ഒറ്റ വേവിന് എത്രയായിരിക്കും? 4 മീറ്ററാണ് എന്ത്? വേവ് ലെങ്ത്ത്. എന്ത്? വേവ് ലെങ്ത്ത്. മൂന്നാമത്തെ ചോദ്യം നോക്കി, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? എങ്ങനെ ഫ്രീക്വൻസി കാണാം മക്കളെ? ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് സൈക്കിൾസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. നമ്പർ ഓഫ് സൈക്കിൾ, പലരും നമ്പർ ഓഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇതൊരു സൈക്കിളാക്കി എടുക്കും. ഡോണ്ട് ഡു ദാറ്റ്. ഇതൊരു ഹാഫ് സൈക്കിളാണ്. അപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾ എങ്ങനെ കണക്കാക്കുമെന്ന് പറഞ്ഞേ. ഇതാണ് ഒരു സൈക്കിൾ, 2 സൈക്കിൾ, 3 സൈക്കിൾ, 4 സൈക്കിൾ. ഫുൾ സൈക്കിൾ എടുക്കണം നമ്മൾ. 2 ഹാഫും കൂടി എടുക്കണം. ഒരു സൈക്കിൾ, 2 സൈക്കിൾ, 3 സൈക്കിൾ, 4 സൈക്കിൾ. അപ്പോൾ 4 സൈക്കിൾ ഉണ്ട്. എത്ര സമയം എടുത്തിട്ടുണ്ട്? 2 seconds. അപ്പോൾ 4 സൈക്കിള് 2 seconds. 4 സൈക്കിള് 2 seconds. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് എത്ര കിട്ടി? 4/2. 4/2 എന്ന് പറയുമ്പോൾ 2 ഹെർട്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്. 2 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. ഇനി വാട്ട് വെലോസിറ്റി കാണാനല്ലേ നമ്മുടെ താരം. നമ്മൾ പഠിച്ച ഇക്വേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ. വെലോസിറ്റി കാണാൻ വൈഫൈ.
വൈഫൈ ഐ ഇല്ലാത്തത് കൊണ്ട് സാറേ വയ്യെ തലകീഴാക്കിയിട്ടു. സാറേ വൈഫൈയിൽ ഐ ഇല്ലാത്തത് കൊണ്ട് വയ്യെ തിരിച്ചിട്ടു. വി ഈക്വൽ ടു എഫ് വൈഫൈ എന്ന് ആലോചിച്ച് നോക്കിയതാ. വൈഫൈ ഐ ഇല്ലാത്തതുകൊണ്ട് വയ്യെ തിരിച്ചിട്ടു വൈഫൈ. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ദെർഫോർ വി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി എത്രയാ? ഇതാ 2 ആണ് സാർ. വേവ് ലെങ്ത് എത്രയാ? എവിടെ വേവ് ലെങ്ത്? വേവ് ലെങ്ത് എത്രയാണ്? 4 മീറ്റർ ആണ് സാർ തന്നിരിക്കുന്നത്. എത്രയാണ് തന്നിരിക്കുന്നത്? 4 മീറ്റർ. സോ നമുക്ക് 2 × 4 8 മീറ്റർ പെർ സെക്കൻഡ്. സംഭവം പൊളിയല്ലേ? ഇതുപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും വേണമെങ്കിൽ വേഗം നമ്മുടെ ചാനലും നമ്മുടെ ഇൻസ്റ്റാ പേജും KBS അക്കാഡമി പാലക്കാട് ഇപ്പം തന്നെ ഫോളോ ചെയ്താൽ. ഓൾ ദ ബെസ്റ്റ്.